ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ സാമ്പ്രാണിക്കുടി കഴിഞ്ഞ് നമ്മൾ തിരുവനന്തപുരം പൂവാർ എത്തിയിരിക്കുകയാണ്. എന്റെ അമ്മേ, നല്ല തിരക്കുണ്ടല്ലോ. ഹൗസ്ഫുൾ ആയിട്ട് കൊടുത്ത സ്ഥലമാണ്. വാട്ട് ഈസ് ദിസ്? ഇവിടെ മണ്ഡലത്തിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിങ്ങിന് വന്നവരുടെ തിരക്കാണ്. അത് നല്ല നമ്മൾ ഇത്ര കാലം പോയിട്ട് ഇത്ര തിരക്കുള്ള ഹോട്ടൽ അല്ലെ റിസോർട്ട് കണ്ടിട്ടില്ലല്ലോ. ഇതെന്തോ ഇത് എനിക്കറിയാൻ പാടില്ല. തിരക്ക് ഇപ്പൊ വണ്ടിയുടെ സ്ഥലം ഇല്ലയോ? നല്ല ഉറക്കം വന്നല്ലോ. നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് പൂവാർ എസ്റ്റുറി സരോവർ റിസോർട്ട് ആണ്. സരോവർ ഗ്രൂപ്പിന്റെ റിസോർട്ടാണ് ഇത്. ബേസിക്കലി ഈ റിസോർട്ട് എന്ന് പറയുന്നത് ബീച്ചിന് ചേർന്നാണ് ഉള്ളത്. ലുക്ക് അറ്റ് ദ വ്യൂ. ഹേസും മുത്തും നേരെ ആദ്യമേ ബീച്ച് കണ്ടതോട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടുത്തേത് പറഞ്ഞത് ഇവിടെ ഫ്രീ ആയിട്ട് ബീച്ചിലേക്ക് ഷട്ടിലുണ്ട്. പക്ഷേ 9 to 5, അതായത് രാവിലെ 9 AM to 5 PM ആണ് ഉള്ളത്. ഞങ്ങളിപ്പോൾ എത്തിയപ്പോഴത്തേക്ക് ഇച്ചിരി ലേറ്റായിപ്പോയി. ഓൾമോസ്റ്റ് 6:15 ആയി. അപ്പോൾ അത് കാരണം ഇന്നിപ്പം നമുക്ക് ബീച്ചിലേക്ക് പോകാനായിട്ട് ആക്സസ് ഇല്ല. നാളെ രാവിലെ പോകണം. എന്തോ അവിടെയാണ് റെസ്റ്റോറൻറ്റ്. ഓ സി ഓക്കെ ഉണ്ട്. ഇവിടെയാണ് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ചായയും കടിയും കിട്ടുന്ന സ്ഥലം. എല്ലാ ഗസ്റ്റിനും ഇവിടെ കോംപ്ലിമെൻ്ററി ആണ്. ഈവനിങ് സമയത്തായി ഉള്ളത് കേട്ടോ. എനിക്കൊന്നൊരു 6:30 വരെ എങ്ങാണ്ടേ ഉള്ളൂ. 4:30 to 6:30 വേണ്ട. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ നല്ല വ്യൂ ആയിരിക്കും. എന്തായാലും ആ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് കടൽ കാണാം. ഇപ്പം ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി റിസോർട്ടിൻ്റെ എൻഡാണ്. സോ റിസോർട്ടിൻ്റെ എൻഡിൽ കായലാണ്, കായലിൻ്റെ അപ്പുറേ കടലാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ഈ പറയുന്ന ഷട്ടിൽ സർവീസ് ചെയ്തിട്ട് ബേസിക്കലി അതിൻ്റെ അത് നോക്കിയാൽ കാണാം. കുറേ അധികം ഇത് പോകുന്നുണ്ട്, ബോട്ടുകൾ, ചെറിയ ചെറിയ ഫെറി ടൈപ്പിലെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് ആൾക്കാർ ഷട്ടിൽ അടിക്കാനായിട്ട്. പോകണ്ടേ, കടലും കായലും കൂടെ ഒരുമിക്കുന്ന സ്ഥലവും കാണാൻ പറ്റും. അതിൻ്റെ അത് കാണാമെന്ന് എനിക്കറിയത്തില്ല. ഒരു സെക്കൻഡ് നോക്കട്ടെ. ദാണ്ട് ഇവിടെയായിട്ട് അവിടെ കണ്ട. സോ ഈ കാണുന്നത് കായൽ, ആ കാണുന്നത് കടൽ. ഇതിൻ്റെ ഇടയ്ക്കായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. എന്തായാലും അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. നമുക്കൊരു ബീച്ച് സൈഡ് ലുക്കും ഉണ്ട്, എന്നാൽ ഒരു വളരെ ലക്ഷൂറിയസ് സെറ്റപ്പും ഉണ്ട്. കായല്, അപ്പുറ കടല്, നല്ല വ്യൂ കേട്ടോ. രാവിലെ നേരത്തെ എണീക്കുകയാണെങ്കിൽ ചിലപ്പോൾ സൺറൈസൊക്കെ കാണാതിരിക്കും ഇവിടുന്ന് നോക്കിയാൽ. പിന്നെ നമ്മുടെ റൂമാണെങ്കിൽ പക്ഷെ നമ്മുടെ റൂം താഴത്തെ ഫ്ലോറാണ്. മേലിലായിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ഇതായിട്ട് കാണാമായിരുന്നു. പക്ഷേ ഈ സൈഡാട്ടോ നമുക്ക് വിൻഡോ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് ബീച്ച് കാണാൻ പറ്റും.
അപ്പൊ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരുന്ന്. ഈ കാണുന്നതാണ് ആ റിസോർട്ടിൻ്റെ ഒരു ഫുൾ ലെങ്തിലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ വീഡിയോയ്ക്കകത്തത് അതിൻ്റെ വ്യൂ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല, പക്ഷേ അത് എൻ്റെ കുറ്റമായിട്ട് ഞാൻ കണക്കാക്കാം. എന്നെങ്കിൽ പോലും ഇത് അടിപൊളി ഒരു വ്യൂ തന്നെയാണ്. കാരണം ലുക്ക് അറ്റ് ദിസ്, ഒരു വല്ലാത്തൊരു ഫീലിങ്. ഇപ്പം ഈ കാണുന്ന ഒരു ലെറ്റ് മീ ട്രൈ. സി സീ ക്വീൻ. ആ കാണുന്നത് ഒരു റെസ്റ്റോറൻറ്റ് ആക്ച്വലി. അത് പക്ഷേ ഫ്ലോട്ടിംഗ് എന്നല്ല, അവർ അവിടെ തന്നെ ഒരു ബേസ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇത് ആക്ച്വലി ഫ്ലോട്ടിംഗ് ആണ്. ഇത് വള്ളത്തല്ല ചെയ്തേക്കുന്നത്, ആക്ച്വലി ഫ്ലോട്ടിംഗ് ആണ്. ഒരു പ്ലേ ഏരിയ തന്നെ, പിള്ളേർക്കൊക്കെ കളിക്കാനൊക്കെ ടയറൊക്കെ കെട്ടി കുടിക്കേണ്ടത്. ഒന്ന് വെക്കണം. വള്ളിയെ പിടിക്കടി, കയറെ പിടിക്കില്ല. കേസ് 2 കാലം അതേ ഇട്ടിട്ട് കയറെ പിടിക്കണ കള്ളപ്പാ. അല്ലെങ്കിൽ ഒരു കാര്യം ടയറിൻ്റെ അകത്തിരുത്തവളെ, ഇപ്പുറത്തെ കൈ കൊണ്ട് പിടിക്കുക. അല്ല, ടയറിൻ്റെ അകത്തിരുത്തടി, അതാ എളുപ്പം. ടയറിൻ്റെ അകത്തിരുത്ത, അതാ എളുപ്പം. നമുക്ക് വേണ്ട, നമുക്ക് അടുത്ത് അവിടെ അപ്പുറത്ത് കുറച്ച് ബുദ്ധിയില്ല. ഈ സാധനത്തിനകത്ത് പിള്ളേർക്ക് മേട് ചെയ്യുന്നത് നമുക്ക് ചെയ്യാം, പക്ഷെ പിള്ളേർക്ക് ഇന്ന് ടൂറിനകത്താന്ന് പറഞ്ഞ ബുദ്ധിയില്ല. ഫുൾ ഓട്ടോ ആ റിസോർട്ടിൻ്റെ ലുക്ക്, ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നൈറ്റ് ടൈം ആയി, പക്ഷെ ആ ഒരു സൺസെറ്റിൻ്റെ ഒരു കാംനെസ്സും ആ ഒരു കളർ ടോൺസും ആണ് കാണുന്നത്. അപ്പുറത്ത് കണ്ടത് വേറെ ഏതോ റിസോർട്ടിന്റെ സ്ഥലമാണ്. നമ്മുടെ കുറച്ച് പിള്ളേര് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവള് പറഞ്ഞു അവർക്ക് അവിടെ പോകണം, പക്ഷെ ഇത് എന്റെ ഇവിടെ വരുള്ളൂ, അത് വേറെ റിസോർട്ടിന്റെ. അതായിരിക്കും മറ്റേ നമ്മുടെ കളിക്കുന്നതൊക്കെ ഇവിടെയാ. ഈ കാണുന്നതാണ് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ട് വശം. പൂൾ ആണ് നമ്മുടെ റൂമിൻ്റെ വ്യൂ. റൂമിലേക്കൊന്ന് പോയാൽ റൂമിൻ്റെ ടൂർ ഒന്ന് കാണിക്കാം. ഹലോ, ഇതാണ് നമ്മുടെ റൂം. യേസപ്പാ, എന്തോടെ എഴുതി പഠിക്കുന്നതിന്? ഓർഡർ കൊടുക്കാനുള്ള ഫുഡ് എഴുതുവാന്നോ? ആഹാ, ഓർഡർ കൊടുക്കാനുള്ള ഫുഡിൻ്റെ ലിസ്റ്റ് എഴുതുക യേസു. ഒരു ചാരി കസാര അതുകൊണ്ട് നമ്മുടെ ഓവറോൾ മുറി എന്ന് പറയുന്ന ഇതാണ്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞു. എന്തുകൊണ്ട് ഫുഡുണ്ടോ? എവിടെ ഫുഡുണ്ട്? കടയിലാന്നോ? ഇവിടെ റിസോർട്ടിൽ ഒന്നും ഇല്ലയോ? ഓ, മോൻ വിളിച്ചിട്ട് എന്താ പറഞ്ഞവര്? അവന്മാര് പറഞ്ഞു ഉണ്ടെന്ന്. നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ചാടിയിട്ട് പിന്നെ കഴിക്കാൻ പോവാം. സ്വിമ്മിംഗ് പൂളിൽ പോണ്ടേ യേസു? യേസു സ്വിമ്മിംഗ് പൂളിൽ പോണ്ടേ? സർവത്ര കണ്ണാടിയാണല്ലോ ഇവിടെ റൂമിനകത്ത്. ഇവിടെ ഒരു കണ്ണാടി, ഹലോ, ഇവിടെ ഒരു കണ്ണാടി, അവിടെ ഒരു കണ്ണാടി. അത് നോർമൽ തിങ്. നമുക്കുള്ളൊരു ഷെൽഫുണ്ട്, സേഫ് ഉണ്ട്, ലോണ്ടറി ഓപ്ഷൻസ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വലിയ കണ്ണാടി, കണ്ണാടിക്ക് അടി വേണ്ടെന്നുള്ളതുകൊണ്ടായിരിക്കും ഇവിടെ ഒരു കണ്ണാടി. അതെ, അവിടെ കണ്ണാടി, ഇവിടെ കണ്ണാടി, ബാത്റൂമിൻ്റെ അകത്ത് വേറെ കണ്ണാടി. ഇതുകൊണ്ടല്ല, അങ്ങേ അറ്റത്തില്ല, അവിടെ ഒരു വലിയ കണ്ണാടി. അതെ, ഇവിടുന്ന് പുറത്തോട്ട് നോക്കുമ്പോ ഉള്ള വ്യൂ. പക്ഷെ ഇപ്പൊ ഇരുട്ടായി കേട്ടോ. ഞാൻ കാണിച്ചായിരുന്നു ആദ്യമേ. പൂള് ആണ് കണ്ട് ഇറങ്ങുന്നത് നമ്മൾ. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ മുറിയും കാര്യവും എല്ലാം നമ്മുടെ ട്രഡീഷണൽ പക്ഷെ ഒരു വളരെ ഒരു ലക്ഷു എന്താ പറയുക, ഹൈപ്പർ ലക്ഷറി അല്ല, പക്ഷെ ഒരു നൈസ് ഒരു ലക്ഷറി ഫീലിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂമാണ്. പക്ഷെ ഇതിലും ഇച്ചിരിയും കൂടെ ബെറ്റർ വ്യൂ ആയിരിക്കും ഇതിൻ്റെ ടോപ്പ് കിട്ടുവാണെങ്കിൽ. എനിക്ക് തോന്നുന്നത് ഇച്ചിരി കൂടെ റേറ്റ് കൂടുതലായിരുന്നു, നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു ആക്ച്വലി. ഞാൻ നോക്കിയപ്പോൾ നമുക്ക് ഈ ഒരു എണ്ണം മാത്രമേ ഉള്ളൂ. ഇന്ന് ഹൗസ്ഫുള്ളാണ്. ഞാൻ പറഞ്ഞായിരുന്നു, ഓൾറെഡി വരുന്ന വഴിക്ക് കാണിച്ച് പറഞ്ഞായിരുന്നു,
ഫുൾ ബുക്ക്ഡാണിത്. അതുവേടാ. അപ്പം ഇതിൻ്റെ ടോപ്പ് ഫ്ലോറിലാണ് ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിലർ റൂമായിരിക്കും, പക്ഷേ വ്യൂ നേരെ നമ്മുടെ കായലിലെ കടലിലെ അങ്ങോട്ടായിട്ടുള്ള. അപ്പം രാവിലത്തെ ടൈമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൺറൈസ് അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ സൺസെറ്റൊക്കെ റൂമിൽ ഇരുന്ന് കാണാവുന്ന ഒരു വ്യൂ ഉണ്ട്. നമുക്ക് കംപ്ലീറ്റ്ലി കാണാമെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം കുറേയധികം തെങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇല്ലയോ. അപ്പം ഒരു കാണുമായിരിക്കണം. പിന്നെ അതായിരിക്കും ഇച്ചിരി കൂടി ഒരു ബെറ്റർ വ്യൂ കിട്ടാനായിട്ടുള്ള റൂം. പിന്നെ റെസ്റ്റോറന്റ് ആണെങ്കിലും അവിടെ ആയിട്ടാണ്. അപ്പൊ ഫുഡ് കഴിച്ച് നല്ലൊരു വ്യൂ ആയിരിക്കും. അപ്പം വൈകിട്ട് ഡിന്നർ കഴിക്കാൻ അവിടെ പോകണം. വേണം പുറത്തൊന്നും റെസ്റ്റോറന്റ് ഇച്ചിരി കൂടി രസമാണ്. കാരണം വെച്ചാൽ ഒരു സൈഡ് ഫുള്ളില്ലേ, ഒരു സൈഡ് റെസ്റ്റോറന്റ് ഒരു സൈഡ് ഫുള്ള് അതിന്റെ മറ്റേ റൗണ്ട് ലൈറ്റ് ഇട്ടില്ല, ആംബിയൻ ലൈറ്റ് ഇല്ലേ, അത് വെച്ചിട്ട് അവർ സെറ്റ് ചെയ്തേക്കും. അപ്പം അവിടെ നിന്ന് നേരെ കായലും അതിന്റെ കാണാനായിട്ട് ഒരു നല്ല ലുക്കായിരിക്കും. വൈകിട്ട് പോകുമ്പോൾ പക്ഷെ എന്തായാലും നല്ല തിരക്കായിരിക്കും. നല്ല ഫുള്ളാണ്, ഹൗസ് ഫുൾ. പിന്നെ കഴിക്കാൻ പോകുമ്പോൾ നമുക്ക് സെറ്റപ്പ് നോക്കി അതും കൂടെ കാണിച്ചു തരാം. കളിക്കുന്നോ? നമ്മളങ്ങനെ പൂളിലൊക്കെ പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പൊക്കെ ആയി കുളിച്ച് റെഡിയായിട്ടാണ് ഡിന്നറിൻ്റെ സമയമായി. ഇപ്പം 8 മണി കഴിഞ്ഞ് 8:15 തോന്നുന്നു കേട്ടോ. 8:30 ആയപ്പം നമ്മൾ കഴിക്കാനായിട്ട് ഡിന്നർ കഴിക്കാനായിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ രാവിലെ ദിവസം പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഫ്രഷായി അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ബോട്ട് ഷട്ടിൽ സർവീസ് ഉണ്ടല്ലോ, അതെടുത്തുകൊണ്ട് ബീച്ചിൽ പോകാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബീച്ച് ഭയങ്കരമായിട്ട് തിരക്കും, അതുപോലെ ഓൾറെഡി തിരക്കായി തുടങ്ങി. അതുപോലെ ഇതുമാവും, ചൂടുമാവും. ഇവിടെ നിന്നാൽ മതി. ഇവിടെ നിന്നിട്ട് അവരുടെ ബോട്ട് വഴി നമ്മളെ ഇവിടെ നിന്ന് അപ്പുറം കൊണ്ടുപോകും. 10 വയസ്സൊന്നുണ്ട് അവിടെ പോയി സെറ്റ്. അമ്മ യേശുക്കുട്ടി കൂടെ എടുക്കാൻ പോയത്. അപ്പം ഈ യേശുക്കുട്ടി അത് ഇതിൻ്റെ പുറകുവശത്ത് കാണാവുന്നുണ്ട്. ഫോണോ? അതേ ഫോൺ കാണുന്നേ, ആദ്യം അമ്മ എടുത്തോണ്ട് വരട്ടെ, കഴിക്കാതെ എടുത്തോ. കൊണ്ടുവരട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ നമ്മൾ മാൻഗ്രോവ് ബോട്ടിങ്ങിനായിട്ട് പോവുകയാണ്. റിസോർട്ട് തന്നെ അറേഞ്ച് ചെയ്യുന്ന ബോട്ടിംഗ് സർവീസാണ്.
1500 രൂപ ഫോർ 1 hour ആണ് റേറ്റ് ഇവരുടെ. യേശുവിനെ കാണുന്നില്ലേ നീ? ഹലോ നമ്മളിപ്പോൾ റിസോർട്ടിൽ നിന്ന് ബോട്ടിൽ കയറി മാംഗ്രൂവ് ഫോറസ്റ്റ് കണ്ട് പിന്നെ നമ്മളെ ബീച്ചിലോട്ട് കൊണ്ടാക്കും. ഇതാ അതാണ് കേട്ടോ നമ്മുടെ റിസോർട്ടിൻ്റെ റെസ്റ്റോറൻ്റ്. അതായിരുന്നു ഇതിങ്ങനെ ഇതിനകത്ത് ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റ്സ് ആട്ടോ രണ്ടെണ്ണം. പണ്ട് ഇതിപ്പം കുറച്ചു കാലമായുള്ളൂ ഇത്രയും ബീച്ച് ഇങ്ങോട്ട് ഇറങ്ങി വെച്ച്. ആണോ? ഞങ്ങൾ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും വെള്ളം പോകുന്നു. അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു കല്ലിന് ചുറ്റും വെള്ളം ഉണ്ടായിരുന്നോ? മാർക്കിംഗ് കണ്ടില്ലയോ? അതുപോലെ ഇങ്ങനെ വട്ടത്തിൽ ഞങ്ങൾ എലിഫന്റ് ഷേപ്പിലല്ലേ? എന്താ ഇവിടെ മാതാവുണ്ട്. കൊക്ക കൊക്ക നമ്മുടെ ഹോട്ടലിന്റെ അവിടുന്ന് റിസോർട്ടിന്റെ അവിടുന്ന് കുറച്ച് ഏറെ ഉണ്ട് കേട്ടോ. എനിക്ക് അതിന് ചുറ്റുമായിരിക്കും അല്ലേ നമ്മൾ അതിന്റെ ഫ്രണ്ട്. അതിന് ചുറ്റും ഇങ്ങനെ പോവാം. ഇതാണ് ആ ബ്രിഡ്ജ്. നമ്മൾ റിസോർട്ടിലോട്ട് കയറിയപ്പോൾ കണ്ട ബ്രിഡ്ജ്. അതാണ്ട് കൊക്ക് എന്തെടുക്കുവാന്നറിയാ യേശു? വെള്ളം കുടിക്കുകയാണോ? മീനെ പിടിക്കുക. മീനെ കിട്ടിയെന്ന് ചോദിച്ചേ. ഇതാണ് നമ്മുടെ റിസോർട്ട്. വേറെ ബോട്ട് വരുന്നുണ്ടല്ലോ. വേറെ ബോട്ടുകള് ഇങ്ങോട്ട് വരുന്നുണ്ട്. കൊക്ക് പേടിച്ച് ഓടുന്നു. അയ്യോ ഇപ്പൊ ഇടിക്കോ? തട്ടി. നമ്മൾ മാത്രമേ ഉള്ളൂ ഈ റൂട്ടിൽ പോകുന്നത്. എല്ലാരും അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ വേണം. എല്ലാരും സഞ്ചരിക്കുന്ന പാതയിലൂടെ സഞ്ചരിക്കാതെ നമ്മുടെ തനി വഴി. എന്താ പോലെ അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട്. എല്ലാരും വീഡിയോ ഒക്കെ എടുത്ത് അയ്യോ ബോട്ടിടിച്ചേ. ഓ ഇല്ല. നമ്മുടെ ബോട്ട് ഇടിച്ച്. ഈ നോക്ക് വെള്ളത്തില് അതിന്റെ നിഴലടിക്കുന്നുണ്ടോണേ. ഈ ഫോണിൽ നോക്ക്. കണ്ടോ വെള്ളമാണ് മനസ്സിലാക്കുന്നില്ല. കൊള്ളാം കേട്ടോ. ഇങ്ങനെ ഒരു ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. തീർന്നു. എങ്ങോട്ടുണ്ട് വഴി? ഇവിടുന്ന് നമ്മൾ നേരെ ബീച്ചിലോട്ടായിരിക്കും. നമ്മള് നേരെ വലിയ ഇതിലോട്ടെത്തി.
പണ്ട് വന്നപ്പോ അവിടെ നീയോ പണ്ടല്ലയോ? പക്ഷെ അന്നേരം അമ്മ കല്യാണം കഴിച്ചില്ലായിരുന്നല്ലോ അമ്മയും അപ്പയും. അത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, പണ്ട് പണ്ടേ അങ്ങനെ. അപ്പൊ യേസുക്കുട്ടൻ അവിടെ വന്ന് താമസിച്ചോ? പിന്നെ ഇപ്പൊ പറഞ്ഞോ ഞാൻ അവിടെ താമസിച്ചെന്ന്. അവിടെ താമസിച്ചല്ലേ? ഓക്കേ. അമ്മയോ? അമ്മയില്ലായിരുന്നു. അമ്മയല്ല, അപ്പ. അപ്പ പണ്ട് താമസിച്ചതാണ്. അമ്മ അപ്പയുടെ വയറ്റിലോ? അമ്മ അപ്പയുടെ വയറ്റിലായിരുന്നു. അമ്മയുടെ വയറ്റിലായിരുന്നു. അയ്യോ, എന്താ ഇത്? കൊക്കാണോ? നമ്മള് ഒരു റൗണ്ട് അടിച്ച് ഇതിന് ചുറ്റിനും റൗണ്ട് അടിച്ച് വേണ്ട തിരിച്ച് നമ്മള് ബീച്ചിലെത്തി. ഇതാണ്ട് ആ കാണുന്നതാണ് നമ്മുടെ റിസോർട്ട്. ഇച്ചിരി നേരം ആ കടലും കായലും കൂടെ ചേരുന്നിടത്തൊന്ന് പോയി. അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റൂലേ? അങ്ങനെ നമ്മള് ഗോൾഡൻ സാൻഡ് ബീച്ചിലെത്തി. പക്ഷേങ്കിൽ ഈ കാണുന്ന കണ്ടോ, ഇവിടെ മൊത്തം കമ്പ് വെച്ച് കെട്ടി തിരിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആ ഭാഗത്തോട്ട്, അതായത് നമ്മുടെ കടലും കായലും കൂടി യോജിക്കുന്നൊരു സ്ഥലമാണ്. പക്ഷെ അവിടെ പോകാൻ നമുക്ക് പറ്റത്തില്ല, കാരണം അവിടെ ഒരു കെട്ടിയടച്ചേക്കും. എനിക്ക് തോന്നുന്നു ഈ മണ്ണ് ഒഴുക്ക് കൂടുതലും മണ്ണിടിയുന്നതും കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അപകടങ്ങൾ കുറേ ഉണ്ടായത് കൊണ്ടായിരിക്കാം. ചെറിയ കടകളൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഉപ്പിലിട്ട ഐറ്റംസ്, അല്ലെങ്കിൽ കരിക്ക്, അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ പനമുണ്ട് കേട്ടോ. കൊട്ടാരത്തെ കൊണ്ടുവന്നുണ്ട്. ചെറിയ ചെറിയ റൈഡുകളാണ്. കുതിരയോ? പിന്നെ നീ ഒട്ടകം എന്ന് പറഞ്ഞു. മുമ്പ് ഒട്ടകം എന്ന് പറഞ്ഞു അത്താക്കായിരുന്നു. ആ അതെ, വേറെ ഒരു കുതിര ഒട്ടകം വന്നു. ഞാൻ കാര്യം വയ്ക്കാം. ഏതാ ബ്ലാക്ക് കുതിര കയറിയാ മതിയോ? ആ എന്നാ കിച്ച കയറി, ഞാൻ എന്നിട്ട് കേറ്. ആ പുറകെ കൂടെ പോയാ തൊഴി. ആ പുറകെ കൂടെ പോയാ തൊഴി കിട്ടും കേട്ടാ. ഇവൻ ഇച്ചിരി ഭീകരനാണ്. ഹേസു ഹായ്. എന്താ ചിരിക്കാത്ത? പേടിയാണ് ഹേസു? അങ്ങനെ ബീച്ചിലെ ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞു. നമ്മളെ പിക്ക് ചെയ്ത റിസോർട്ടിൽ തന്നെ ബോട്ട് വന്നു. എത്തിക്കഴിഞ്ഞാൽ ഒരു സ്പാ ബുക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്പാ സെഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ലഗേജ് കൊണ്ടുപോകാൻ ബഗ്ഗി വരാൻ വെയിറ്റ് ചെയ്യുക. ഇനി ഇപ്പോൾ ചെക്കൗട്ടാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫും നല്ലൊരു ആംബിയൻസും നല്ല ഒരു സ്റ്റേയും ആയിരുന്നു ഇത്. ബൈ ബൈ.
അങ്ങനെ നമ്മുടെ ഒരു ദിവസത്തെ ട്രിപ്പും സ്റ്റേ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണല്ലോ. അപ്പോൾ ശരി, ബൈ.